Production Studio. നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? എല്ലാം അടിപൊളിയായിട്ട് പോകുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു പന്തികേട്, എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്നൊരു അസ്വസ്ഥത, ഒരു കാരണവുമില്ലാതെ മനസ്സിൽ ഭയം വന്നു നിറയുന്ന ആ ഒരു അവസ്ഥ. ചുറ്റും നോക്കിയാൽ ഒരു പ്രശ്നവും കാണില്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തോ ഒന്ന് ശരിയല്ല എന്നൊരു തോന്നൽ നമ്മൾ വിടാതെ പിന്തുടരും. ഈ ഒരു വിചിത്രമായ വികാരത്തിന് പിന്നിൽ എന്താണെന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സൈക്കോളജിയിലെ ഇതിനൊരു പേരുണ്ട്, സെൻസ് ഓഫ് ഇംപെൻഡിംഗ് ഡൂം, അതായത് ആസന്നമായ വിപത്തിന്റെ സൂചന. ഇത് വെറുമൊരു തോന്നലല്ല കേട്ടോ, വ്യക്തമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത നമ്മുടെ തലച്ചോറ് തന്നെ ഉണ്ടാക്കുന്ന ഒരു പവർഫുൾ ഇമോഷണൽ സിഗ്നലാണ്. അപ്പോൾ എന്താണിതിന് പിന്നിലെ രഹസ്യം? നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ തലച്ചോറിന്റെ ഈ ആപൽ സൂചന, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ വിചിത്രമായ മുന്നറിയിപ്പ്, അതെന്താണ് ശരിക്കും? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ കൺമുന്നിൽ ഒരു അപകടവും കാണാനില്ല, എന്നിട്ടും എന്തിനാണ് നമ്മുടെ തലച്ചോറ് നമ്മളിങ്ങനെ പേടിപ്പിക്കുന്നൊരു സിഗ്നൽ തരുന്നത്? ഇതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ഒരു സൂപ്പർ പവറിലാണ്. നമ്മുടെ തലച്ചോറ് വെറുതെ ചുറ്റും നടക്കുന്നതിനോട് പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്, പകരം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നിർത്താതെ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ തലച്ചോറിനെ ഒരു പ്രഡിക്ഷൻ മെഷീൻ, അതായത് ഒരു പ്രവചന യന്ത്രമെന്ന് തന്നെ വിളിക്കാം. ഈ ഒരൊറ്റ ആശയം മനസ്സിൽ വെച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ പ്രഡിക്ഷൻ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്? സിമ്പിളാണ്. ഒന്നാമതായി, നമ്മുടെ തലച്ചോറ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ ശരീരം, നമ്മുടെ ഓർമ്മകൾ, ചുറ്റുപാടുകൾ ഇതെല്ലാം നിർത്താതെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത് പ്രതീക്ഷിക്കുന്നതും യഥാർത്ഥത്തിൽ കിട്ടുന്ന സിഗ്നലുകളും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ പൊരുത്തക്കേട് കണ്ടെത്തിയാലോ, അപ്പോൾ തന്നെ അതൊരു ഇമോഷണൽ അലാറം മുഴക്കും. ആ പൊരുത്തക്കേട് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ഈ അലാറം അടിച്ചിട്ടുണ്ടാകും. ഈ വാചകത്തിൽ പറയുന്നത് പോലെ തന്നെയാണ് ആ ഒരു അനുഭവം. ആ ഭയം എന്ന ഫീലിംഗ് നമുക്ക് കൃത്യമായി കിട്ടും, പക്ഷെ അതെന്തിനാണെന്നുള്ള കാരണം മാത്രം ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാവാം നമ്മുടെ തലച്ചോറ് ഇങ്ങനെ ഒരു തെറ്റായ അലാറം അടിക്കുന്നത്? നമുക്ക് നോക്കാം. സാധാരണയായി 3 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഒന്ന്, നമ്മുടെ ശരീരം നൽകുന്ന സിഗ്നലുകളെ തലച്ചോറ് തെറ്റിദ്ധരിക്കുന്നത്. 2, പഴയ ഏതെങ്കിലും ഒരു പേടി അതിന്റെ യഥാർത്ഥ കാരണമൊന്നുമില്ലാതെ വീണ്ടും ഓർമ്മ വരുന്നത്. 3, ചുറ്റുമെന്താണ് നടക്കുന്നതെന്ന് വ്യക്തമല്ലാത്തപ്പോൾ നമ്മുടെ തലച്ചോറ് തന്നെ ഭീഷണികൾ സങ്കൽപ്പിച്ചെടുക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ ബ്ലഡ് പ്രഷർ പെട്ടെന്നൊന്ന് കുറയുകയോ ഹൃദയമിടിപ്പൊന്ന് തെറ്റുകയോ ചെയ്താൽ തലച്ചോറ് വിചാരിക്കും പുറത്തുനിന്ന് എന്തോ അപകടം വരുന്നുണ്ടെന്ന്. അതുപോലെ ഒരു പ്രത്യേക മണമോ അല്ലെങ്കിൽ ഒരു ചെറിയ ശബ്ദമോ മതി പണ്ട് നമ്മളെ പേടിപ്പിച്ച ഒരു ഓർമ്മ മനസ്സിലേക്ക് തിരികെ വരാൻ. ഇപ്പോൾ ആ ഭീഷണിയൊന്നും ഉണ്ടാകില്ല, പക്ഷെ ആ പഴയ ഭയം മാത്രം നമ്മൾ വീണ്ടും അനുഭവിക്കും. നിങ്ങൾക്ക് രാത്രി സമയങ്ങളിലാണോ ഇത് കൂടുതലായി തോന്നാറുള്ളത്? അതിനൊരു കാരണമുണ്ട്. ഇരുട്ടത്ത് നമുക്ക് ചുറ്റും എന്താണെന്ന് വ്യക്തമായി കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വിടവ് നമ്മുടെ തലച്ചോറ് ഭാവന കൊണ്ട് നികത്തും. മിക്കപ്പോഴും ഏറ്റവും മോശമായ കാര്യങ്ങളായിരിക്കും അത് സങ്കൽപ്പിക്കുന്നത്. ഇനി ഉത്കണ്ഠ അഥവാ ആൻസൈറ്റിയുടെ പങ്ക് എന്താണെന്ന് നോക്കാം. ആൻസൈറ്റി ഇതിനൊരു കാരണമല്ല, പക്ഷേ ഇതൊരു ആംപ്ലിഫയറാണ്. ഈ സിഗ്നലുകളെയൊക്കെ ഡബിൾ സ്ട്രോങ് ആക്കുന്ന ഒരു ആംപ്ലിഫയർ. ഈ പറയുന്നതുപോലെ ഉത്കണ്ഠയുള്ളൊരു മനസ്സ് എപ്പോഴും അപകടങ്ങൾക്കായി കാത്തിരിക്കും. അവർക്ക് നിശബ്ദത പോലും സംശയമാണ്. ഒരു ശാന്തമായ അവസ്ഥയിൽ അവർക്കൊരിക്കലും സുരക്ഷിതത്വം തോന്നില്ല. ഇവിടെയാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഉത്കണ്ഠ എന്ന വികാരത്തിന് നിലനിൽക്കാൻ ഒരു കാരണം വേണമല്ലോ. അതുകൊണ്ട് ആ അസ്വസ്ഥതയെ ന്യായീകരിക്കാനായിട്ട് തലച്ചോറ് തന്നെ ഭാവിയെക്കുറിച്ചൊരു ആപത്ത് സങ്കൽപ്പിച്ചെടുക്കും. ഓക്കെ, ഒടുവിൽ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുവാണ്. അപ്പോൾ എന്താണ് ഈ ആപത്ത് സൂചനയുടെ യഥാർത്ഥ സത്യം? ഈ സിഗ്നലും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ വ്യത്യാസം ഇതാണ്. നമുക്കിത് അനുഭവപ്പെടുന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പോലെയാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വച്ചാൽ, ഇത് നമ്മുടെ തലച്ചോറിന്റെ പ്രതീക്ഷകളും ശരീരത്തിൽ നിന്നുള്ള സിഗ്നലുകളും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട്, ഒരു ബയോളജിക്കൽ മിസ്മാച്ച് മാത്രമാണ്. ഇത് വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള ഉറപ്പല്ല, മറിച്ചൊരു ന്യൂറോളജിക്കൽ ഫോൾസ് അലാറം മാത്രമാണ്. ഇതൊരു യാഥാർത്ഥ്യമല്ല, വെറുമൊരു ഇൻസ്റ്റിങ്ക്റ്റ് അഥവാ സഹജവാസനയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം.
ആ തോന്നലിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഒരു അപകടമുണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മളെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നമ്മുടെ തലച്ചോറിന്റെ ആ ഒരു അതിജീവനത്തിനുള്ള വാസനയുണ്ടല്ലോ, അത് തീർച്ചയായും സത്യമാണ്. ആ വാസനയാണ് ഈ തെറ്റായ മുന്നറിയിപ്പിന് പിന്നിൽ. അതുകൊണ്ട് ഇനി അടുത്ത തവണ നിങ്ങൾക്ക് ഇങ്ങനെയൊരു തോന്നലുണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പേടിക്കുന്നതിന് പകരം സ്വയം ചോദിക്കൂ, എന്റെ തലച്ചോറ് ശരിക്കും എന്നോട് പറയാൻ ശ്രമിക്കുന്നത്. ആ ഒരൊറ്റ ചോദ്യം മതി ഈ വികാരത്തെ നിങ്ങൾ കാണുന്ന രീതി തന്നെ പൂർണ്ണമായും മാറാൻ.